എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചി എല്ലാ അമ്മമാരെയും പോലെ തൻ്റെ അമ്മ തന്നെ സ്നേഹിച്ചിട്ടില്ലെന്നും തൻ്റെ അമ്മ തന്നെ മടിയിൽ കിടത്തി ഉറക്കിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് രേവതിയോട് പറഞ്ഞ് വളരെയധികം വിഷമത്തോടെ സംസാരിക്കുവാണ്. രേവതിയും ഇത് കേട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുവാണ്, സച്ചിയേട്ടൻ വിഷമിക്കേണ്ട, സച്ചിയേട്ടൻ അമ്മയായും സുഹൃത്തായും സഹോദരനായും എല്ലാം ഞാനുണ്ട് എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ സമാധാനിപ്പിക്കുവാണ്. അമ്മയുടെ സ്നേഹം കിട്ടാത്ത എന്ത് തെറ്റാണ്, കിട്ടാണ്ടിരിക്കാൻ വേണ്ടി മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നാണ് സച്ചി ചോദിക്കുന്നത്. അതിന് രേവതിയും വളരെയധികം വിഷമത്തോടെ തന്നെ മറുപടി പറയുന്നുണ്ട്. സച്ചിയേട്ടന് ഞാനുണ്ട്, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ മടിയിൽ കിടത്തുവാണ്. സച്ചിയേട്ടൻ അമ്മ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രേവതി വളരെയധികം സമാധാനിപ്പിച്ച് സച്ചിയെ മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കുവാണ്. പിറ്റേന്ന് രാവിലെ എല്ലാവരും തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകുകയാണ്. അച്ചാമ്മ വീട്ടിലെ പൊങ്കലാഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചെല്ലാവരും വീട്ടിലോട്ട് പോകുകയാണ്. എല്ലാവർക്കും പണിക്കൊക്കെ കയറണമല്ലോ. അപ്പോൾ ബാഗൊക്കെ എടുത്ത് നമ്മുടെ എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറക്കാൻ പോകുമ്പോൾ സച്ചി രേവതിയോട് പറയും, രേവതി നീ പെട്ടെന്ന് കടയിലോട്ട് പോക്കോ, ഒരുപാട് പേര് വന്ന് മടങ്ങിപ്പോയി കാണും എന്ന് പറയുമ്പോൾ ചന്ദ്ര ഇതിനെ കളിയാക്കുവാണ്. പിന്നെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ, ആയിരക്കണക്കിന് ആളുകളല്ലേ അവിടെ വന്ന് ക്യൂ നിൽക്കുന്നത്, ആ പൂക്കട എങ്ങനെയെങ്കിലും അവിടെ നിന്നെടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുവാണ് രേവതിയെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും അല്ല, പക്ഷെ തുടങ്ങി കുറച്ച് താമസിയാതെ തന്നെ രേവതി ഇപ്പോൾ ഫേമസ് ആയി. അച്ചമ്മ വീട്ടിൽ നിന്നപ്പോൾ തന്നെ കണ്ടില്ലേ എന്തോരം പേരാണ് രേവതിയെ വിളിച്ച് കട തുറന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അത്രയ്ക്കും ഫേമസ് ആണ് രേവതി. എല്ലാവർക്കും രേവതി ഇഷ്ടമാണ്. ഇപ്രാവശ്യത്തെ ഇലക്ഷന് രേവതിയെ നിർത്തുവാണെങ്കിൽ രേവതി ജയിക്കും എന്നാണ് സച്ചി പറയുന്നത്. തൻ്റെ ഭാര്യയെ സച്ചി ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല അമ്മ കളിയാക്കുമ്പോഴേക്കും, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് സച്ചിക്ക് രേവതിയെ. അപ്പോൾ ഇതിന് മറുപടിയായി ചന്ദ്ര പറയുന്നത്, പിന്നെ ഇവൾ ഇലക്ഷന് നിന്നാൽ 2 പേര് വോട്ട് ചെയ്യും, ഒന്ന് നീയും പിന്നെ ഇവളും. 2 വോട്ടിന് അവൾ രണ്ട് വോട്ടേ അവൾ കിട്ടത്തുള്ളൂ, അവൾ തോക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പിന്നെയും കളിയാക്കുവാണ്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് രവി പറയുന്നുണ്ട്, ചന്ദ്രയെ നിൻ്റെ വായ പൂട്ടിക്കോ, വന്ന് കയറിയപ്പോൾ തന്നെ നീ തുടങ്ങി, ഇല്ലെങ്കിൽ നിൻ്റെ വായ ഞാൻ അടപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് രവി ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. പിന്നീട് അവർ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറുവാണ്. പുറത്തെ മേളമൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്ത് കയറിയിട്ടായി ചന്ദ്രയുടെ അടുത്ത പ്രസംഗം. ഇപ്പോഴാണ് മനുഷ്യൻ ശ്വാസം നേരെ വിടുന്നത്, അവിടെ നിന്ന് എന്ത് ശ്വാസം മുട്ടലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയുവാണ്. ആകെ ശ്രുതിയുടെ ഇളയച്ചൻ വന്നത് മാത്രമായിരുന്നു ഒരു ആശ്വാസം. കണ്ടില്ലേ ഇളയച്ചൻ അവക്ക് എൻ്റെ മോന് സ്വർണത്തിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് ചന്ദ്ര വളരെയധികം പൊക്കി പറയുവാണ് ശ്രുതിയെയും ഇളയച്ചനെയും. ശ്രുതി ആരാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നാണ് ചന്ദ്ര ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സച്ചി പറയുന്നത്, ഇവൾ ആരാണെന്ന് എനിക്ക് ഇപ്പോഴല്ല നേരത്തെ അറിയാമെന്നാണ് സച്ചി പറയുന്നത്. വർഷക്കൊക്കെ ഇത് കേട്ടിട്ട് എനിക്ക് നല്ല ടയേർഡാണ്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റുഡിയോയിലോട്ടൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് വർഷം ഈ സംഭാഷണം അവസാനിപ്പിച്ച് മുറിയിലോട്ട് പോകുവാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ ശ്രീകാന്തും പോയി. പിന്നെ വരുന്നത് ശ്രുതിയുമാണ്. ശ്രുതി പറയുവാണ്, വാടി നമുക്ക് മുറിയിലോട്ട് പോകാമെന്ന് ശ്രുതിയോട് പറയുമ്പോൾ സച്ചി പറയും, നീ എന്താണ് ഏത് നേരവും മുറിയിൽ കയറി കുത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും, നിനക്കെന്താടാ, അവർ മുറിയിലോട്ട് പോട്ടെ, അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും. അപ്പോൾ രേവതി പൂക്കടയിൽ പോവാണെന്ന് പറയുമ്പോൾ പറയും, നീ എവിടെ പോകുന്നു, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നീ നിൻ്റെ കട തുറന്നാൽ മതി, പിന്നെ വലിയ കടയാണല്ലോ, ഞങ്ങൾക്കൊക്കെ ഇത്തിരി ചായ ഇട്ടതാ, അത് കഴിഞ്ഞിട്ട് നീ വീട്ടിലെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊക്കെ നീ കട തുറന്നാൽ മതി, അത്രക്ക് പോയിട്ട് വലിയ തിരക്കൊന്നുമില്ലാത്ത കടയല്ലേ, ഒരു പൂക്കടയല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വീണ്ടും പുച്ഛിക്കുവാണ് ചന്ദ്ര. അവിടെ പോയിട്ട് വായിക്ക് രുചിയുള്ള ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചി പറയും, അതെങ്ങനെ കഴിക്കാനാണ്, നിങ്ങളൊക്കെ അടുക്കളയിൽ കയറിയിട്ടല്ലേ ഉണ്ടാക്കിയത്, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് അമ്മയെ കളിയാക്കുവാണ് സച്ചി. എല്ലാവരും മുറിയിലോട്ട് എന്നിട്ട് പോയി. അപ്പം ചന്ദ്ര പറയുവാണ് സച്ചി എടുത്ത്, ഞങ്ങൾക്കൊരു മുറിയില്ലാതെ പോയി, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് മുറിയില്ലാതെ പോയതെന്നൊക്കെ ചന്ദ്ര പറയുവാണ്. അപ്പോൾ രവി പറയും, നീ വിഷമിക്കണ്ട, ഒരു മുറി കൂട്ടിയെടുക്കാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കും, ഒരു മുറി കൂട്ടിയെടുത്താൽ എനിക്ക് ആ രേവതിയെ പുറത്തിട്ട് മുറിയിലോട്ട് പോകാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് മുറിയൊന്നും പണിയണ്ടാന്ന് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുവാണ്. എന്നിട്ട് രവിച്ചേട്ടനോട് പറയും, ഇനി അതിനു വേണ്ടി കടമൊന്നും നിൽക്കണ്ട, പൈസയൊക്കെ ഒരുപാടാവും മുറി പണിയാൻ, ചിലവർ വിചാരിച്ചാൽ നമുക്ക് മുറിയൊക്കെ കെട്ടും. ശ്രുതിയുടെ അച്ഛനൊക്കെ മലേഷ്യയിലെ വലിയ ആൾക്കാരാണ്. വർഷയാണെങ്കിൽ കോടീശ്വരൻ്റെ മോളും 4 ചുവരിൻ്റെ ഉള്ളിൽ മഴയത്ത് ചോർന്നൊലിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞവൾക്കിപ്പോൾ
AC മുറി ഇല്ലാതെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പിന്നെയും രേവതിയെ കുത്തി നോവിക്കുവാണ്. അവൾക്കിപ്പോൾ AC ഇടാണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് നമുക്ക് മുറി തന്നാൽ എന്താന്നൊക്കെ പറഞ്ഞ് പിന്നെയും രേവതിയെ വിഷമിക്കുവാണ്. ഇത് കേട്ട് സച്ചി ദേഷ്യം കൊണ്ട് അടുക്കളയിലോട്ട് പോവുകയാണ്. അവിടെ രേവതി ചായ ഇടുമായിരുന്നു അച്ഛനും അമ്മക്കൊക്കെ. അതിൽ അമ്മയുടെ ചായയിൽ ദേഷ്യം കൊണ്ട് സച്ചി ഒരുപാട് മധുരം ഇട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് ചായ രേവതി കൊണ്ടുപോയി ഹോളിലോട്ട് അമ്മക്കൊക്കെ കൊടുക്കുമ്പോൾ ചന്ദ്ര കുടിച്ചിട്ട് പറയും, എന്തൊരു മധുരമാടി രേവതി ഇത് ഇട്ടിരിക്കുന്നത്, എനിക്കിത് കുടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുവാണ്, അമ്മക്ക് ഷുഗർ ഉണ്ടാവും, അതുകൊണ്ടാണ് അമ്മക്ക് മധുരമായിട്ടൊക്കെ തോന്നുന്നത്, ഷുഗർ ഉള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നൊക്കെ പറയും. അപ്പോൾ തന്നെ ചന്ദ്രക്ക് പേടിയാവും. എനിക്ക് ഷുഗർ ഒന്നുമില്ല, ഇത് പാകത്തിനുള്ള മധുരമാണെന്ന് പറഞ്ഞ് രേവതി ഇട്ട് കൊടുത്ത ആ മധുരം കൂടിയ കാപ്പി നല്ല അസലായിട്ട് തന്നെ കുടിക്കും. ഷുഗർ ഉണ്ടെന്ന് വെച്ച് ഇവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടാണ് ചന്ദ്ര ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ചന്ദ്രയുടെ കൂട്ടുകാരി ഭാമ വരുവാണ്. ഭാമ വരുമ്പോൾ ഹോളിൽ രവിചേട്ടൻ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ചന്ദ്രക്ക് ഹോളിലിരുന്ന് കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ, രവിചേട്ടൻ കേൾക്കും, കള്ള ഉറക്കമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുറിയിൽ പോയിരുന്ന് വർത്താനം പറയാമെന്ന് പറഞ്ഞ് ഭാമയും കൂട്ടി ആദ്യം വർഷയുടെ മുറിയിലോട്ട് പോകുവാണ്. വർഷ ഇവർ വന്നത് മുമ്പിലുണ്ടെന്ന് അറിയാതെ വാതിലിൽ റൂം കൊട്ടിയടക്കും. അപ്പോൾ ചന്ദ്ര കൊട്ടിയിട്ട് ചോദിക്കും, നീ എന്താ വർഷ ഞങ്ങളെ കണ്ടിട്ട് വാതിലടച്ചതെന്ന് ചോദിക്കും. വർഷ പറയും, ആൻറ്റി വന്നത് ഞാൻ കണ്ടില്ല, ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വാതിലടച്ച്, ജോലിക്ക് പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് അവരെ പുറത്താക്കും. അപ്പോൾ ചന്ദ്ര ഭാമയും കൂട്ടി ശ്രുതിയുടെ മുറിയിലോട്ട് പോകും. അവിടെയാണെങ്കിൽ ശ്രുതിയെ ചീത്ത പറയുകയാണ്, ഇങ്ങനെ കിടന്നുറങ്ങാതെ വല്ല പണിക്കുമ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അറ്റൻഡ് ചെയ്യും, ഏത് നേരവും ജോലി എടുക്കാണ്ട് തിന്നാനാണോ വിചാരം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചീത്ത പറയുകയാണ്. ഇത് പുറത്ത് നിന്ന് നമ്മുടെ ഭാമയും ചന്ദ്രയൊക്കെ കേൾക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ശ്രുതിമോള് ചീത്തയെന്നും പറയുന്നതല്ല, അവളുടെ സൗണ്ട് അങ്ങനെയാണ്, അത് ചീത്തയൊന്നും അല്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവർ മുറിയിലോട്ട് കയറാൻ പോകുമ്പോൾ ശ്രുതിയും ഇനി ഈ ഒച്ച വെക്കുന്നതൊക്കെ ആരെങ്കിലും കേൾക്കുമെന്ന് പറഞ്ഞ് ശ്രുതിയും മുറി അടച്ചു കളയുവാണ്. ഇത് കേട്ട് ഭാമക്ക് നല്ല ചിരി വരുന്നുണ്ട്. ചന്ദ്രയുടെ അവസ്ഥ കണ്ടിട്ട് ഒരു മുറിയിലും കയറാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ പറയും, രേവതി അടുക്കളയിലാണ്, നമുക്ക് രേവതിയുടെ മുറിയിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരുടെ മുറിയിലോട്ട് പോകും. ആ റൂം തുറന്നതും നമ്മുടെ സച്ചി അവിടെ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. സച്ചി പറയും, എന്താ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ ചന്ദ്ര പറയും, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. ഒറ്റയ്ക്ക് സംസാരിക്കാനോ, ഇതെന്താ വട്ട് കൂടിയോ എന്ന് നമുക്കെന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കും. അപ്പോഴാണ് ഭാമയെ കാണുന്നത്. ഭാമയ്ക്കും ചന്ദ്രയ്ക്കും കൂടി മുറിയിലിരുന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പറയും, ഓ ഈ കുടുംബം കുളം തോണ്ടാനുള്ള കാര്യമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് സച്ചി പറയുവാണ്. ഇത് കേട്ട് ചന്ദ്രക്ക് ദേഷ്യം വരും. ചന്ദ്രയും ഭാമയും കൂടി മുറിയുടെ പുറത്തോട്ട് പോകും. സച്ചി കിടന്നുറങ്ങുകയും ചെയ്യും നല്ല സുഖമായിട്ട് തന്നെ. അപ്പോൾ ഭാമ കളിയാക്കി ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്വന്തമായ ഒരു മുറി പോലും ഇല്ലാതായല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രയെ കളിയാക്കുവാണ്. നല്ലോണം എരികേറ്റിയും കൊടുക്കുന്നുണ്ട് ഭാമ. ചന്ദ്രക്ക് എന്ത് രഹസ്യമാണ് ഭാമയോട് പറയാനുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ നാളെ തന്നെ ഞാൻ ചാനലിൽ രാവിലെ റിവ്യൂ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.